എല്ലാവർക്കും എൻ്റെ വക ഒരു തണുത്ത ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ല തണുപ്പുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ജോസ് പ്രകാശിനെ എടുത്തിട്ടേക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും, ആരാണ് ഈ ജോസ് പ്രകാശ് എന്ന്? ജോസ് പ്രകാശിനെ അറിയാത്തവർ ചുരുക്കം ചില ആൾക്കാരെ കാണത്തുള്ളൂ. 19 കിഡ്സിനും 18 കിഡ്സിനും ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. പണ്ടൊരു ആക്ടർ ഉണ്ടായിരുന്നു. പുള്ളി ഏത് സിനിമയിൽ വന്നാലും ഈ നീളം കുപ്പായിട്ടുകൊണ്ടാണ് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ കുപ്പായത്തിനും ജോസ് പ്രകാശ് എന്ന് പേര് കൊടുക്കാമെന്ന്. 19 കിഡ്സിനും 18 കിഡ്സിനും ഒക്കെ അറിയാൻ പറ്റി. ഇപ്പോഴത്തെ ജനറേഷൻ അറിയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇന്ന് ഞാൻ വിചാരിച്ചു ദോശയും മീൻകറിയും ആക്കാമെന്ന്. മീൻകറി ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാം. ഞാൻ ഇന്ന് വന്നത് വേറൊരു കഥയുമായിട്ടാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും, എന്താണ് ഇവൾ പറയാൻ പോകുന്നതെന്ന്. ഞാൻ എപ്പോൾ യൂട്യൂബ് തുറന്നാലും ഇൻസ്റ്റഗ്രാം തുറന്നാലും ഒരു ചേച്ചി വന്നിട്ട് ബിസിനസ് കാര്യത്തിനെപ്പറ്റി സംസാരിക്കുന്നതാണ്. നിങ്ങൾക്കും എന്നെപ്പോലെ പാർട്ട് ടൈമായി ജോലി ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യാം, നിങ്ങൾക്ക് കാണുമായിരിക്കും. അപ്പം ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് വലിയൊരു ബിസിനസ്സുകാരി ആവണം, വലിയൊരു പണക്കാരി ആവണം എന്നൊക്കെയായിരുന്നു ചിന്ത. അതിനുവേണ്ടി എൻ്റെ ബിസിനസ് തന്ത്രങ്ങൾ ഞാൻ മെനയാൻ തുടങ്ങി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മ സൂക്ഷിച്ചു എന്ന് പറങ്ങാണ്ടിയും കശുവണ്ടിയും ഒക്കെ ഉണ്ടല്ലോ. ചിലടത്ത് പറങ്ങാണ്ടി എന്ന് പറയും, ചിലടത്ത് കശുവണ്ടി എന്ന് പറയും. ഇതൊക്കെ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് അമ്മ കാണാതെ ഓരോ കൈപ്പിടി എടുത്ത് ബാഗിനകത്തിടും. ഞാൻ വിചാരിച്ചിരുന്നത് അത് ഒരു കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞ് അവർ പൈസ തരും, ആ പൈസ വഞ്ചിയിലിട്ട് ഭയങ്കര പണക്കാരിയാകാം എന്നായിരുന്നു എൻ്റെ വിചാരം. 19 കിഡ്സിനും 18 കിഡ്സിനും അറിയാൻ പറ്റുമായിരിക്കും, അന്ന് പറങ്ങാണ്ടി കൊടുത്തു കഴിഞ്ഞാൽ 25 പൈസ 50 പൈസയൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കറിയില്ല കേട്ടോ, പുതിയ ജനറേഷൻ ഇതിനെപ്പറ്റി വല്ല അറിവുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പം ഞാൻ അങ്ങനെ ഓരോ ദിവസം സ്കൂളിൽ പോകുമ്പോഴും ഓരോ പിടി വാങ്ങും. പക്ഷേ കടയിൽ ചെന്ന് കഴിയുമ്പം അവിടെ ആണെങ്കിൽ തൂക്കിയിട്ടിരിക്കുന്ന ജാമ്, പല കളറിലുള്ള ജാമ്, പുളിമുട്ടായി, ജീരകമുട്ടായി, പിന്നെ പഞ്ചാര മുട്ടായി, ഇതൊക്കെ 19 കിഡ്സിനും 18 കിഡ്സിനും ഭയങ്കര പരിചയമായിരിക്കും കേട്ടോ. ഇതൊക്കെ കണ്ട് കഴിയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ബിസിനസ് മൈൻഡ് അങ്ങ് മാഞ്ഞു പോകും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കാ വായിൽ വെള്ളം വരാത്തതല്ലേ? എനിക്കും അതുപോലെ തന്നെ. അപ്പം ഞാൻ ഈ പറങ്ങാണ്ട് കൊടുത്തു ഈ പുളിമുട്ടായിയും പഞ്ചാര മുട്ടായിയും ജാമും ഒക്കെ വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കൂട്ടുകാർക്ക് മുന്നിൽ ഭയങ്കര ഷോ ഓഫ് നടത്തി. അങ്ങനെ നാളുകൾ അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും പോരാളിക്ക് മനസ്സിലായി തുടങ്ങി, പോരാളി എടുത്ത് വെച്ചിരുന്ന പറങ്ങാണ്ടി കുറയുന്നു. അങ്ങനെ പോരാളി കാത്തിരുന്ന ഒരു ദിവസം എന്നെ പിടിച്ചു. ആ പിടിയോടുകൂടി എൻ്റെ ബിസിനസ് മൈൻഡ് അങ്ങോട്ട് പാടെ മാറി. നല്ല അടിയും കിട്ടി. അതോടുകൂടി എൻ്റെ ബിസിനസ് മോഹം ഞാൻ അവിടെ ആ അടിയുടെ ചൂട് കാരണം എനിക്ക് വേറൊരു ബിസിനസ്സും തുടങ്ങാൻ പറ്റിയിട്ടില്ല. അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചിട്ട് പോയി. പിന്നെ ഞാൻ വിചാരിച്ചു ബിസിനസ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ടീച്ചർ ആവാമെന്ന്. അതാകുമ്പോൾ പിള്ളേരെയൊക്കെ എടുത്തിട്ട് അടിക്കുകയും ചെയ്യാം, വേറെ പണിയൊന്നും ചെയ്യണ്ട, പഠിപ്പിച്ചാൽ മതി. പിന്നെ എനിക്ക് മനസ്സിലായി തുടങ്ങി ടീച്ചർ ആവണമെങ്കിൽ നല്ല ബുദ്ധിയും വിവരവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്ന്. അപ്പം എനിക്ക് സ്വയമേ എന്നെപ്പറ്റി നല്ലൊരു വിചാരം ഉണ്ടായിരുന്നു. എനിക്ക് അമ്മാതിരി ഐറ്റംസ് ഒന്നും അറിയില്ല. അങ്ങനെ 10ാം ക്ലാസ്സും കഴിഞ്ഞ് +1 +2 ആയി കഴിഞ്ഞപ്പം എനിക്കൊരു ലക്ഷ്യമില്ലാണ്ടായി. ബിസിനസ്സുകാരി ആവണോ ടീച്ചർ ആവണോ എന്താവണോ എന്ന് എനിക്കൊരു ലക്ഷ്യമില്ലാണ്ടായി. പിന്നെ വീട്ടുകാരുടെ നിർബന്ധത്തിന് അങ്ങോട്ട് നേഴ്സ്. അങ്ങനെ അമ്മയുടെ ഇഷ്ടപ്രകാരം ഞാനൊരു നേഴ്സായി. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് തന്നെ എനിക്ക് ജോലി കിട്ടി. അന്നു മുതൽ ഇന്ന് വരെ നമ്മൾ അധ്വാനിക്കുന്നുണ്ട്. അപ്പം അമ്മയുടെ ആ തീരുമാനം ആയിരുന്നു നല്ലതെന്ന് എനിക്കിപ്പം മനസ്സിലായി. നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ബിസിനസ് മോഹമോ ഇങ്ങനെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചിലപ്പോൾ 90സിനും 80സിനും ഒക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അടുത്തൊരു പുതിയ കഥയുമായിട്ട് വരുന്നിടം വരെ ബൈ ബൈ. ഓക്കേ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ. ഓക്കേ. അയ്യോ, ഒരു കാര്യം മറന്നുപോയി പറയാനായിട്ട്. എന്നെ കാണുന്നവർ, എൻ്റെ വീഡിയോസ് കാണുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.